ഇനി 73-ാമത്തെ അധ്യായമാണ്. 73-ാമത്തെ അധ്യായം തുടങ്ങുന്നത് അതിഗംഭീരമായ ഒരു ഭാഗം. ഗിരിദ്രോണി എന്ന് പറയുന്ന, ഗിരിവ്രജം എന്ന് പറയുന്ന ആ രാജ്യത്തെ ഗിരിദ്രോണി എന്ന് പറയുന്ന പുരിയിൽ ഒന്നും രണ്ടും അല്ല കേട്ടോ, എത്രയാ, 20,800 രാജാക്കന്മാരെയാണ് ജരാസന്ധൻ തടങ്കലിൽ പാർപ്പിച്ചിരിക്കുന്നത്. ഇവർക്കാണെങ്കിലോ അവരെയാണ് നമ്മൾ ഇതിന്റെ ഒരു ക്രക്സ് എന്ന് പറയുന്നത് ഈ ഭാഗ. സഹദേവന്റെ സ്തുതിയും ഈ 3 അധ്യായങ്ങളിൽ ഒരു മെയിൻ ക്രക്സ്, നമ്മൾ ശരിക്കും മനനം ചെയ്യേണ്ട ഭാഗം വരുന്നത് ഈ 73-ാമത്തെ അധ്യായത്തിൽ ഈ രാജാക്കന്മാരിലൂടെയാണ് നമ്മളിത് നോക്കിക്കാണേണ്ടത്. ഈ രാജാക്കന്മാരെല്ലാവരും മോചിതരായി. സഹദേവനെ രാജ്യത്തിന്റെ അഭിഷേകം ചെയ്ത് രാജാവാക്കി. രാജ്യത്തിന് വേണ്ടിയിട്ടല്ല ഭഗവാൻ ജരാസന്ധനെ കൊന്നതെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തി. എന്തിനു വേണ്ടിയിട്ടാ ജരാസന്ധനെ കൊന്നത്? അധർമ്മത്തെ ഇല്ലാതെയാക്കി ധർമ്മത്തെ പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ്, രാജ്യത്തിന് വേണ്ടിയിട്ടല്ല ഈ ജരാസന്ധ വധം നടത്തിയത് എന്ന് ജനങ്ങളെ പറഞ്ഞ് ധരിപ്പിച്ച ശേഷം സഹദേവനെ രാജ്യത്തിന്റെ അഭിഷേകം ചെയ്ത് ഈ രാജാക്കന്മാർ, ആദ്യത്തെ ഓർഡർ ഒപ്പുവയ്ക്കുന്ന സഹദേവൻ 20,800 രാജാക്കന്മാരുടെ മോചനമാണ്. ഈ മോചിപ്പിക്കപ്പെട്ട രാജാക്കന്മാരുടെ അവസ്ഥ, അവരുടെ മനസ്സിൽ നിന്ന് വേണം നമ്മൾ ഈ ഭാഗവതത്തെ നോക്കിക്കാണാൻ. ഒന്ന് ആലോചിച്ച് നോക്കൂ. രാജാക്കന്മാരായി ഐശ്വര്യത്തിന്റെ, സമ്പൽ സമൃദ്ധിയുടെ, ശ്രീമതത്തിന്റെ, അവർ പറയുന്നുണ്ട് ശ്രീമതം, ഐശ്വര്യത്തിന്റെ, മതാന്തതയുടെ, സുഖലോലുപതയുടെ ഔന്നത്യത്തിൽ നിന്ന് ജരാസന്ധനാൽ പിടിക്കപ്പെട്ട് തുറുങ്കിലടയ്ക്കപ്പെട്ട് എക്സ്ട്രീം എന്തിലേക്കാണ്, സുഖത്തിൽ നിന്നും ദുഃഖത്തിന്റെ എക്സ്ട്രീം എന്തിലേക്ക് വലിച്ചെറിയാം. നല്ലതുപോലെ മനസ്സിലാക്കണം. സുഖം അങ്ങേയറ്റം അനുഭവിച്ച ശേഷം ദുഃഖത്തിന്റെ പട്ടുകുഴിയിലേക്കാണ് വലിച്ചെറിയുന്നത്. വെള്ളം കുടിക്കാൻ ചോദിച്ചാൽ വെള്ളം കിട്ടില്ല, ആഹാര സമയത്തിന് കിട്ടില്ല, വസ്ത്രം മാറാൻ കൊടുക്കില്ല. അഭ്യംഗം എന്ന് പറയും ആയുർവേദത്തിൽ, തേച്ചുകുളി. രാജാക്കന്മാർക്കൊക്കെ അങ്ങനെയാ, നല്ല തേച്ചൊരച്ച് മസാജ് ചെയ്തിട്ടുള്ള കുളി. ഇതൊന്നുമില്ലാതെ കൃശഗാത്രന്മാരായി ഓജസ്സും തേജസ്സും നഷ്ടപ്പെട്ട ഈ രാജാക്കന്മാര് മോചിതരായപ്പോ എന്താ ചെയ്തേ? അവര് ഓടിയെത്തി. ആരാണ് മോചിപ്പിച്ചതെന്ന് അറിയാം. ഒന്ന് നോക്കുമ്പോഴോ എത്ര ഭംഗിയായിട്ടാ, ശ്രീവത്സംഗം ചതുർബാഹും പത്മഗർഭാരുണേക്ഷണം ചാരുപ്രസന്നവദനം സ്ഫുരൻ മകരകുണ്ടലം പത്മഹസ്തം. എത്ര മനോഹരമായിട്ടുള്ള രൂപ ഭഗവാന്റെ വരച്ചിരിക്കുന്നത് അറിയാമോ? എല്ലായിടത്തും നമുക്ക് കാണാം. ഭാഗവതത്തിൽ തുടർച്ചയായിട്ട് ധാരണ ചെയ്യാനായിട്ട്. എന്തിനാ ധാരണ ചെയ്യേണ്ടത്? പതഞ്ജലി യോഗസൂത്രത്തിലെ 6-ാമത്തെ അംഗമാണ് ധാരണ. എന്താ ധാരണ ചെയ്യേണ്ടത്? വിഷയങ്ങളെയാണ് നമ്മൾ മിഥ്യയായി ഗ്രഹിച്ച് ധാരണ ചെയ്തത്. അവിദ്യയുടെ ആദ്യത്തെ അംഗം എന്ന് പറയുന്നത് മിഥ്യാഗ്രഹമാണ്, അല്ലെ? മിഥ്യാഗ്രഹാസ്മി മതിരാഗ വികോപഭീതി എന്ന് മേൽപ്പത്തൂര് മനോഹരമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇല്ലേ? ഓർമ്മയില്ലേ? മിഥ്യാഗ്രഹാസ്മി മതിരാഗ വികോപഭീതി. മിഥ്യാഗ്രഹം, മിഥ്യയായിട്ട് ഗ്രഹിക്കുക, ശരിയായി ധരിക്കാതിരിക്കുക. ഈ ലോകത്തെ, ഈ പ്രപഞ്ചം സത്യമാണെന്ന് ധരിക്കുക, ഈ കാണുന്ന എല്ലാം സത്യമാണെന്ന് 5 ജ്ഞാനേന്ദ്രിയങ്ങളെ കൊണ്ട് ബ്രെയിൻ തരുന്ന ഈ ഇൻഫർമേഷൻ ഇൻകംപ്ലീറ്റ് ആണെന്ന് തിരിച്ചറിയാതെ ഇത് സത്യമാണ് എന്ന് ധരിക്കുക. ഇത് ഇൻകംപ്ലീറ്റ് ആണ്, ഇത് അപൂർണമാണ് എന്ന് ആചാര്യന്മാരെ, ശാസ്ത്രജ്ഞന്മാരെ ആവർത്തിച്ച് പറഞ്ഞാലും നമ്മുടെ ധാരണ ശരീരമാകുന്ന ഉപാധികളിലൂടെ എനിക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ സത്യമാണെന്ന് ധരിക്കുക. ഇതാണ് മിഥ്യയായി ഗ്രഹിക്കുക. വാസ്തവികതയെ മറന്നുപോയി, യാഥാർത്ഥ്യത്തെ മറന്നുപോയി. യാഥാർത്ഥ്യത്തെ അറിയുന്നതാണ് ഭക്തി. മറ്റൊരു നിർവചനം പറയും, യാഥാർത്ഥ്യത്തെ അറിയുന്നതാണ് ഭക്തി. യഥാർത്ഥമായിട്ടിവിടെ ഉള്ളത് എന്താ? ബോധമാകുന്ന, അഖണ്ഡമാകുന്ന, നിർവികാരമായ, നിരാകാരമായ ബ്രഹ്മം മാത്രം. സർവം വിഷ്ണുമയം ജഗത്, സർവം ഖല്ലിതം ബ്രഹ്മ. തീർച്ചയാണ്, ബ്രഹ്മം മാത്രമേ ഉള്ളൂ. നേഹ നാനാസ്തി കിഞ്ചന. ഇവിടെ മറ്റൊരു വസ്തു എടുക്കാനില്ല. പക്ഷെ മിഥ്യയായിട്ട് ഗ്രഹിച്ചു. ഈ രാജാക്കന്മാരും അതെ. അത് അടുത്തെന്താ? അസ്മിത, രാഗം, കോപം, ഭയം. ഈ 5 കാര്യങ്ങളാണ് ആ വിദ്യയുടെ 5 അംഗങ്ങൾ. ഇതിൽപ്പെട്ടവരാണ്, അതിൽപ്പെട്ടാണ് അവർ കിടന്നിരുന്നത്. അപ്പോഴാണ് ഈ ജരാസന്ധൻ വന്ന് തടങ്കലടച്ച്. അപ്പൊ അവിടെ ഭഗവാന്റെ സ്വരൂപത്തെയാണ് അവർ കാണുന്നത്. അവരുടെ ഒരു ഭാഗ്യം നോക്കൂ. എങ്ങനെയാ? ആ ശ്രീവത്സം എന്ന മറുക് എല്ലാവർക്കും അറിയാല്ലേ? വിഷ്ണു ചിഹ്നത്തിൽ ആദ്യം പറയാ ശ്രീവത്സമാണ്. അത് കഴിഞ്ഞാലോ 4 പുരുഷാർത്ഥങ്ങളാകുന്ന ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. ഈ 4 പുരുഷാർത്ഥങ്ങളും ഏകകാലത്ത് നൽകുവാൻ സന്നദ്ധനാണെന്ന ഭാവേന 4 തൃക്കൈകളോടും കൂടി അതിസുന്ദരമായ ശോഭിക്കുന്ന ആ മകരകുണ്ടലം ധരിച്ചും കൊണ്ട് വനമാലയോ എത്രയെത്ര പൂക്കളാണ്! നിരവധി വർണ്ണത്തിലുള്ള പല വർണ്ണരാജികൾ നിറയ്ക്കുന്ന തുളസിപ്പൂക്കളുടെ ഗന്ധത്തെ ഇങ്ങനെ അന്തരീക്ഷത്തിൽ പ്രസരിപ്പിക്കുന്ന ആ വനമാല ധരിച്ചും കൊണ്ട്, പീതാംബരപ്പട്ട് ധരിച്ചും കൊണ്ട് ഗദാ, ശംഖം, ചക്രം, ഗദ, ഈ 4 തൃക്കൈകളിലും 4 ഭക്തന്മാരെ
ഇങ്ങനെ കാരുണ്യവാരാനിധിയായി ഭഗവാന്റെ കണ്ണുകളെ എങ്ങനെ വർണ്ണിച്ചിരിക്കുന്നത്? താമരപ്പൂവിന്റെ ഉള്ളിൽ അരുണകിരണ സൂര്യന്റെ വർണ്ണം ആ ചെറിയ ചുവന്ന രാജിയോടുകൂടി എന്ന ആ മനോഹരമാകുന്ന ആ തൃക്കൺ കടാക്ഷങ്ങളോടുകൂടി കാരുണ്യവാരാനിധിയായി കൊണ്ടിരിക്കുന്ന ആ സുന്ദരമാകുന്ന ദിവ്യമംഗള സ്വരൂപമാകുന്ന ആ കാരുണ്യമൂർത്തിയുടെ ആ വിഗ്രഹം കണ്ടിട്ട്, ആ സകല രൂപം കണ്ടിട്ട് ഈ രാജാക്കന്മാരെല്ലാവരും അഞ്ജലിബദ്ധരായി നിന്നുകൊണ്ട് ഭഗവാനെ എങ്ങനെയാ ആ കണ്ണുകൊണ്ട് ഇങ്ങനെ പാനം, എന്റെ ഗുരുനാഥൻ പറയും പിബത ഭാഗവതം, കുടിക്കുകയാണ്, കണ്ണുകൊണ്ട് ഇങ്ങനെ പാനം ചെയ്യുകയാണോ, അതോ നാവ് കൊണ്ട് ഇങ്ങനെ തന്റെ പശുക്കുട്ടിയെ നക്കി തോർക്കുന്നത് പോലെ നക്കി തോർക്കുകയാണോ, അതോ രണ്ട് കൈകളെ കൊണ്ടും ഭഗവാൻ ഇങ്ങനെ ഗാഠമായിട്ട് ഇങ്ങനെ ആലിംഗനം ചെയ്യുകയാണോ, അതോ നാസാദ്വാരം കൊണ്ട് ഭഗവാന്റെ ആ ശരീരത്തിൽ നിന്നുള്ള ആ കളഭാതി സുന്ദരമാകുന്ന ഗന്ധത്തെ ഇങ്ങനെ അകത്തേക്ക് വലിച്ചു കയറ്റി ഉന്മത്ത അവസ്ഥയെ പ്രാപിച്ചു നിൽക്കുന്ന രാജാക്കന്മാരുടെ ഒരു ദൃശ്യം ഭാഗവതം നമുക്ക് കാണിച്ചു തരികയാണ്. എത്ര മനോഹരമാണ്! ഈ രൂപത്തെ ഇങ്ങനെ ധരിച്ചുകൊണ്ട് അവരവിടെ ഭഗവാനെ അങ്ങോട്ട് നമസ്കരിച്ചു. ഒന്നും രണ്ടുമല്ല, 20,800 രാജാക്കന്മാരെ. എന്നിട്ട് അവരൊരു നല്ല മനോഹരമായ ഒരു സ്തുതിയാണ്. നമസ്തേ ദേവദേവേശ, അല്ലയോ ദേവദേവേശ, ദേവന്മാരുടെയും ദേവനായ അല്ലയോ ഗുരുവായൂരപ്പ, ഞങ്ങൾക്ക് ഇന്ന് ഞങ്ങളുടെ ജീവിതം സമ്പൂർണമായി കൃതാർത്ഥമായി തീർന്നു. അങ്ങയുടെ ഈ ദർശനം, അല്ലേ, അങ്ങയുടെ ദർശനം ലഭിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമാണോ? ഞങ്ങളുടെ എല്ലാ പാപവും സകല ബന്ധങ്ങളും ഈ നിമിഷം അങ്ങയുടെ ഈ ദർശനം കൊണ്ട് അറ്റുപോയി കഴിഞ്ഞു. അങ്ങയുടെ ഈ ദർശന സൗഭാഗ്യം നിമിത്തം ഞങ്ങൾക്ക് അങ്ങയോട് ഒരൊറ്റ നിവേദനമേ പറയാനുള്ളൂ. എന്താണ് പറയാനുള്ളത്? ഈ സംസാരമാകുന്ന ഘോരമാകുന്ന ഈ കാലമാകുന്ന പെരുമ്പാമ്പിന്റെ കടിയേറ്റു വശം കെട്ടവരാണ് ഞങ്ങൾ. ഇനി വീണ്ടും ഈ സംസാര സാഗരത്തിലേക്ക്, ഭവസാഗരത്തിലേക്ക് ഞങ്ങളെ എറിയരുതേ ഗുരുവായൂരപ്പ. ഞങ്ങൾക്ക് എന്തൊന്നു ചെയ്താൽ അവിടുത്തെ പാദപങ്കജങ്ങളിലുള്ള ഭക്തി ഉറയ്ക്കുമോ അത് ഞങ്ങൾക്ക് ഉപദേശിച്ചു തരണം. അങ്ങയുടെ പാദങ്ങളെ സ്മരിക്കുവാനായി ഞങ്ങൾക്ക് നിരന്തരം തോന്നണം. ഇതാണ് ഭക്തിയോഗത്തിന്റെ ഒരു മഹിമ. അങ്ങയുടെ പാദത്തെ ഒഴിച്ച് മറ്റൊന്നുമില്ല, അനന്യമായ ചിന്ത ഞങ്ങളിൽ കടന്നു വരരുത്. ഞങ്ങളിൽ ഭക്തി ഉറയ്ക്കണം. നാശരഹിതനായ ഭഗവൻ നിന്തിരുവടിക്ക് നമസ്കാരം, നമസ്കാരം, നമസ്കാരം. ഈ ബഹുവിധങ്ങളാകുന്ന ഈ സങ്കടങ്ങൾ നിറഞ്ഞ ലേശം പോലും സുഖമില്ലാത്ത ഈ സംസാരത്തിലേക്ക് ഞങ്ങൾ എറിയരുതേ ഗുരുവായൂരപ്പ എന്ന് പറഞ്ഞിട്ട് അടുത്ത ശ്ലോകത്തിൽ എന്താ പറയുന്നതെന്നറിയോ? ഈ ജരാസന്ധനോട് ഞങ്ങൾക്ക് യാതൊരു അസൂയയില്ല. എന്താ കാരണം? ഈ ജരാസന്ധനാകുന്ന ഈ രാജാവ് വന്ന് ഞങ്ങളെ കീഴ്പ്പെടുത്തി 20,800 പേരെ ഈ തുറങ്കിലടച്ച് ഈ പീഡനങ്ങൾ മുഴുവൻ നൽകിയത് കൊണ്ടല്ലേ ഇന്ന് ഞങ്ങൾക്ക് അങ്ങയുടെ ദർശനം. നോക്കൂ, നമ്മൾ പറയും ആപത്ത് വരുമ്പോ, വിപരീതമാകുന്ന അനുഭവം വരുമ്പോ, അല്ലെ, വിപത്തുകൾ വരുമ്പോ, അതാണ് വാസ്തവത്തിൽ മിത്രമെന്ന് ഭാഗവതം എത്രയെത്ര സന്ദർഭങ്ങളിലാണ് നമുക്ക് തെളിയിച്ചു തരുന്നത്, അല്ലെ? ആലോചിച്ച് നോക്കൂ. ആപത്ത് വരുമ്പോ ഇതാണ് തിരിച്ചറിവ്, ഇതാണ് തത്വജ്ഞാനജന്യമായ നിർവേദം അവരിൽ ഉണർന്നു എന്നുള്ളതിന്റെ ഏറ്റവും നല്ല ലക്ഷണം. ഈ ആപത്ത് വന്ന് ജരാസന്ധനോട് ഞങ്ങൾക്ക് അല്പം പോലും ഈശയോ അസൂയോ ദേഷ്യോ ഇല്ല. ഞങ്ങള് എന്തായിരുന്നു? ഞങ്ങൾ ശ്രീമതത്താൽ അഹങ്കാരികളായി, ദുരഹങ്കാരികളായി മാറി വിവേകജ്ഞാനം നശിച്ച് നിരന്തരം ഞങ്ങളുടെ കണ്ണുകളിൽ എന്ത് സംഭവിച്ചു? തിമിരം ബാധിച്ചു. എന്തായിരുന്നു? ഈ രാജ ഐശ്വര്യങ്ങളാണ് സത്യമെന്ന് ധരിച്ച് നിരന്തരം ഞങ്ങളുടെ ഖജനാവ് സമ്പത്ത് വർദ്ധിപ്പിക്കാനായി അന്യായമായി എന്തെല്ലാം പ്രവർത്തികളാണ് ഞങ്ങൾ അങ്ങയുടെ മായയാൽ മോഹിതന്മാരായി ചെയ്തു കൂട്ടിയത്. എന്തൊരു കഷ്ടമാണ് ഞങ്ങൾ ചെയ്തത്. ഞങ്ങളുടെ രാജ്യത്തിന്റെ വിസ്തൃതി വർദ്ധിപ്പിക്കാനായിട്ട് എത്രയെത്ര പ്രാണികളെയാണ് ഞങ്ങൾ ഹിംസിച്ചത്. ഞങ്ങളുടെ രാജ്യത്തിന്റെ വിസ്താരം കൂട്ടാൻ വേണ്ടി നിരവധി യുദ്ധം നടത്തി പരസ്പരം മത്സരിച്ച് എത്രയെത്ര പ്രജകളെയാണ് ഞങ്ങൾ കൊന്നൊടുക്കിയത്. എന്തൊരു അപരാധമാണ് ഞങ്ങൾ ചെയ്തത്. പശ്ചാത്താപത്താൽ കണ്ണുനീരോടുകൂടി ഈ രാജാക്കന്മാര് ഭഗവാനോട് പറയാണ്, ഈ മരുഭൂമിയിലുള്ള കനാൽ ജലമില്ലേ, മരുഭൂമിയിൽ ഇങ്ങനെ ഈ സൂര്യപ്രകാശം അടിക്കുമ്പോൾ അവിടെ ജലമുണ്ടെന്ന് തോന്നും. ഇതുപോലെ ശബ്ദസ്പർശ രൂപ രസഗന്ധാദി തന്മാത്രകളാൽ നിറഞ്ഞിരിക്കുന്ന ഈ ലോകം, അങ്ങയുടെ മായാലോകം സത്യമാണെന്ന് ധരിച്ച് ഞങ്ങൾ വശംവദരായി, വിഷയഗ്രാഹികളായി, വിഷയാന്തരൂപത്തിൽപ്പെട്ട ഞങ്ങളെ ഇനി അമൃതസാഗരത്തിലേക്ക്, അമൃതാനന്ദത്തിലേക്ക് ഉണർത്തേണമേ ഗുരുവായൂരപ്പ എന്നൊരു പ്രാർത്ഥന. പ്രാണികൾക്ക് ഹിംസ ചെയ്യുന്നതിൽ ഞങ്ങൾക്ക് യാതൊരു മടിയും ഉണ്ടായിരുന്നില്ല. അല്ലയോ കൃഷ്ണ, ആ ദുരഹങ്കാരികളായ ഞങ്ങളിപ്പോ അവിടുത്തെ പാദപത്മത്തെ ധ്യാനിക്കാനായിട്ട് തുടങ്ങുന്നു. അതിനായി ഉള്ളൊരു വിവേകം ഞങ്ങളിൽ ഇപ്പോൾ ഉണർന്നത്, ഈ തിക്ത അനുഭവം ഞങ്ങളിൽ വന്നതുകൊണ്ടാണ്. ഞങ്ങളെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ചു. ഞങ്ങൾ ഇനി സ്വർഗീയ സുഖം പോലും ആഗ്രഹിക്കുന്നില്ല.
വിഷയസുഖം എന്നല്ല, സ്വർഗീയ സുഖവും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. എന്താ കാരണം? സ്വർഗത്തിൽ പോയി കഴിഞ്ഞാലും ആ പുണ്യം ക്ഷയിച്ചു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? വീണ്ടും തിരിച്ച് ഈ സൈക്കിളിലേക്ക് വന്ന് വീണ്ടും ഇങ്ങനെ കിടന്ന് കറങ്ങണം. പക്ഷെ പുനരാവർത്തിരഹിതമായ പദം മോക്ഷമൊന്നും അതിനൊന്നും ഞങ്ങൾ അർഹരല്ല. എന്താ കാരണം? ഞങ്ങൾ അത്രയും അപരാധം ചെയ്തു കൂട്ടിയവരാണ്. ഞങ്ങൾക്ക് വീണ്ടും ജനനമരണങ്ങൾക്ക് അവകാശമുണ്ടോ ഇല്ലയോ, വാട്ട് നെക്സ്റ്റ് എന്ന് ഞങ്ങൾക്ക് അറിയില്ല. പക്ഷേ ഇനിയും ജനനം എത്ര കുത്രാഭിവസിച്ചിടിലും അത്ര നാളും പൊൽത്തളിരടികളിൽ ഇളക്കം വരാതൊരു ഭക്തിയുണ്ടാക വേണം എന്ന ഒരു നിവേദനമാണ് ഈ രാജാക്കന്മാര് ഭഗവാനോട് വെച്ചത്. അതിന്റെ ഏറ്റവും ഒടുവിൽ അതിസുന്ദരമായ അമ്മമാർക്ക് അറിയാവുന്ന ഒരു ശ്ലോകമുണ്ട്. എന്താ അത്? കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. സർവപാപങ്ങളെയും വേരോടെ നശിപ്പിക്കുന്നവൻ. ആ ജാമിളോപാഖ്യാനത്തിലെ ആ വിഷ്ണു പാർഷദന്മാരോട് യമദൂതന്മാര് പറയുന്നുണ്ട്, ഇവനെ പോലൊരു മഹാഭാവി വേറെ ഉണ്ടാവും. എന്തൊരു പാപം ചെയ്തവനാണ് ഇവനെ. ഞങ്ങൾ കെട്ടിവലിച്ചരയ്ക്കുമ്പോൾ നിങ്ങൾ അരുതേ അരുതേ എന്ന് തടയരുത് എന്ന് പറയുമ്പോ വിഷ്ണു പാർഷദന്മാരൊരു കാര്യം പറയുന്നുണ്ട്. എന്താ പറയുന്നത്? നിങ്ങൾ പറഞ്ഞത് 100% സത്യമാണ്. എങ്കിൽ കൂടിയും പ്രായശ്ചിത്തം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ പാപം ഉണ്ടോ? അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയില്ലേ എന്ന് വിഷ്ണു പാർഷദന്മാര് യമകിങ്കരന്മാരോട് ചോദിക്കുന്നുണ്ട്. 3 യമകിങ്കരന്മാരാണ് വന്നിരിക്കുന്നത്. ധാരാളം വിഷ്ണു പാർഷദന്മാരെന്ന് മേൽപ്പത്തൂര്. എത്രയാവട്ടെ, എണ്ണം എത്രയാവട്ടെ, ആ കോൺവെർസേഷന്റെ ഒരു കണ്ടന്റ് മാത്രം നമുക്ക് എടുത്താൽ മതി. എന്താ പ്രായശ്ചിത്തം ചെയ്തത്? തന്റെ 10ാമത്തെ പുത്രനായ ആ ഉണ്ണിയോടുള്ള വാത്സല്യം നിമിത്തം പൂർവജന്മവാസനയുടെ ബലം കൊണ്ട് ഒരു തവണ നാരായണ എന്ന ശബ്ദമൊന്ന് ഉച്ചരിച്ചപ്പോൾ തന്നെ സകല പാപവും വേറിട്ടുപോയി. ശ്രുതിയിൽ പറയുന്ന, വേദങ്ങളിൽ പറയുന്ന വേദവിഹിതമായ പ്രായശ്ചിത്തം ചെയ്താൽ പാപം മാത്രമേ ഇല്ലാതാവുകയുള്ളൂ. നാരായണ എന്ന നാമം ജപിച്ചു കഴിഞ്ഞാൽ പാപത്തിന്റെ കാരണമാകുന്ന, മൂലകാരണമാകുന്ന വാസന, ടെൻഡൻസീസിനെ വരെ സൂക്ഷ്മ ശരീരത്തിൽ നിന്നും ഭഗവാൻ റിമൂവ് ചെയ്യും, മാറ്റും. അതാണ് ഹരിയുടെ നാമം. ആചാര്യന്മാര് വീണ്ടും 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 ഒറ്റ കാര്യത്തിനാണ് ഭാഗവതം, നാമമഹിമ, നാമത്തിന്റെ മഹാത്മ്യം, ഭക്തിയുടെ മഹിമ ആവർത്തിച്ച് എല്ലാ കഥകളിലും പറയുന്നതിന്റെ കാരണം എന്താ? അത്രയ്ക്കും ഭഗവാന്റെ തിരുനാമത്തിന് ശക്തിയുണ്ട്. അപ്പൊ സർവപാപങ്ങളെയും വേരോടെ നശിപ്പിക്കുന്നവൻ, ആ നമസ്കരിക്കുന്നവരുടെ സർവാത്മന, ആ നമസ്കരിക്കുന്നവരുടെ ജനനമരണക്ലേശത്തെ തീർക്കുന്നവൻ, സകല ജീവജാലങ്ങളെയും പരിപാലിക്കുന്നവൻ ആയ അല്ലയോ ഹേ കൃഷ്ണ, അല്ലയോ ഹരേ, അല്ലയോ ഗോവിന്ദ, അങ്ങേക്ക് നിന്ദ്രവടിക്കായിക്കൊണ്ട് എപ്പോഴും നമസ്കാരം എന്ന് പറഞ്ഞ് ആ സ്തുതി അവിടെ പൂർണ്ണമാക്കി. ഭഗവാനോ ആ സ്തുതി കേട്ട് വളരെ സന്തോഷത്തോടുകൂടി രാജാക്കന്മാരോട് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞതെല്ലാം വളരെ സത്യമാണ്. എന്റെ പാദങ്ങളിൽ ഭക്തി സംഭവിക്കുക, എന്റെ പാദങ്ങളിൽ രതിയുണ്ടാവുക എന്നുള്ളതാണ് ധർമ്മം. എന്താണ് ധർമ്മം? ഭഗവത് പാദാരവിന്ദങ്ങളിൽ പരിശുദ്ധമായ ഭക്തി സമ്പാദിക്കുക എന്നുള്ളതാണ് ഒരു മനുഷ്യന്റെ ജീവിത ധർമ്മം. നിങ്ങൾക്ക് ആ ഭക്തി ഉണ്ടാവട്ടെ എന്ന് ഭഗവാൻ അവരെ അനുഗ്രഹിച്ചു. മാത്രവുമല്ല അവരോട് പറഞ്ഞു, ഈ ശ്രീമതം കൊണ്ട്, ഐശ്വര്യം കൊണ്ട്, രാജ ഐശ്വര്യങ്ങൾ കൊണ്ട് മതാന്ധരായിട്ടുള്ള എത്രയോ എത്രയോ രാക്ഷസന്മാരാണ് അല്ലെ? രാവണൻ, നരകാസുരൻ, എത്ര പേരാ സ്ഥാനഭ്രംശം സംഭവിക്കുന്നത്. നമുക്കും ഇത് തന്നെയാ സംഭവിക്കുന്നത്. നമ്മുടെ സ്വരൂപത്തിൽ നിന്ന്, നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, നമ്മുടെ സ്വരൂപസ്ഥിതിയിൽ നിന്നും മതിരിഹ ഗുണസക്ത, ആരായനീയം ഓർമ്മയില്ലേ? കപില വാസുദേവൻ തന്റെ അമ്മയോട് ഉപദേശിക്കുന്ന ആദ്യത്തെ ശ്ലോകം എന്താ? മതിരിഹ ഗുണസക്ത. ഈ വിഷയങ്ങളുമായി ഇന്ദ്രിയങ്ങൾക്ക് ബന്ധം വരുമ്പോഴാണ് നമ്മുടെ സ്വരൂപാനന്ദത്തിൽ നിന്ന് നമ്മൾ വിട്ട് ഭ്രമിച്ചു വീണു പോകുന്നത്. വാസ്തവത്തിൽ ആനന്ദത്തിന് വേണ്ടി, സുഖത്തിന് വേണ്ടി ഒന്നും ചെയ്യേണ്ടതായിട്ടില്ല. മനസ്സിലായോ? എല്ലാ ശ്രമവും ഉപേക്ഷിച്ചാൽ എന്തായി? വിശ്രമമായി. വിശ്രമത്തിന് വേണ്ടി ശ്രമിച്ചാൽ വിശ്രമം കിട്ടുമോ? കിട്ടില്ലല്ലോ. വിശ്രാന്തിക്ക് വേണ്ടി ശ്രമിച്ചാൽ കിട്ടുമോ? ഇത് നല്ലതുപോലെ മനസ്സിലാക്കി വെക്കണം. ശ്രമമാണ് വിശ്രമത്തിന് തടസ്സം. എനിക്ക് ശാന്തി വേണമെങ്കിൽ എന്ത് വേണം? എല്ലാ ആഗ്രഹങ്ങളും ഉപേക്ഷിച്ച് തന്റെ പരിപൂർണമാകുന്ന തന്റെ നിജസ്ഥിതി എന്താണോ, ലുക്ക് വിത്തിൻ, അകത്തേക്ക് നോക്കിയിരുന്നാൽ മതി. ഓരോ ശ്വാസവും അകത്തേക്കും പുറത്തേക്കും പോകുമ്പോൾ നല്ല സുഖ.
അറിയാറുണ്ടോ നമ്മള്? ഓരോ ശ്വാസവും അജപാഗായത്രിയാണ്. ഹം ജപിച്ച് അകത്തേക്ക്, സോ ജപിച്ച് പുറത്തേക്ക് പോകുന്നുണ്ട്. നമ്മൾ അറിയുന്നുണ്ടോ? ഈ സംസാരിക്കുമ്പോഴും ആ ശ്വാസകോശങ്ങൾ വളരെയധികം പാടുപെട്ട് ഗുരുവായൂരപ്പന്റെ ആ പ്രാണശക്തിയോടുകൂടി ഇങ്ങനെ ശ്വാസം എടുത്ത് ശരീരത്തെ എനർജൈസ് ചെയ്തുകൊണ്ടേയിരിക്കുക. സുഖം അനുഭവിക്കാനായിട്ട് ഒന്നും ചെയ്യേണ്ടതായിട്ടില്ലെന്നാ ഭാഗവതം പറയണേ. സ്വരൂപമാണ് സുഖം. ഒന്ന് അകത്തേക്കൊന്ന് നോക്കിയാൽ മതി. പക്ഷെ വിഷയങ്ങളിലേക്ക് ഭ്രമിക്കുമ്പോഴോ ആ സുഖം നമുക്ക് നഷ്ടപ്പെടും. അതാണ് ഈ ശ്രീമതം കൊണ്ട് സംഭവിക്കുന്നത് എന്ന് ഭഗവാൻ പറഞ്ഞു. അതുകൊണ്ട് ഉണ്ടായതൊക്കെ ഇവിടെ നശിക്കും. ഈ ശരീരം ഉണ്ടായതാണ്. ഉള്ളത് ഇവിടെ എന്നും അവശേഷിക്കും. ഉള്ളതെന്താ? ഭഗവാൻ മാത്രമാണ്, ആ ബോധം മാത്രമാണ്, ആ ബ്രഹ്മം മാത്രമാണ്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ സ്വരാജ്യത്തേക്ക് മടങ്ങിപ്പോയിക്കൊണ്ട് എന്ത് ചെയ്യണം? നിങ്ങളുടെ മനസ്സിനെ, ചിത്തത്തെ എന്നിൽ തന്നെ ഉറപ്പിച്ചും കൊണ്ട് സ്വധർമ്മം, പ്രജാക്ഷേമ പരിപാലനം എന്ന് പറയുന്ന നിങ്ങളുടെ സ്വധർമ്മം ഭഗവത് സേവയായിക്കൊണ്ട് നല്ലതുപോലെ ചെയ്യുക. എപ്പോഴും നിരന്തരം എന്നെ ഓർമ്മിക്കുക. ഭഗവാൻ ശ്രീരാമകൃഷ്ണ പരമഹംസൻ പറയും, നല്ലൊരു ഉദാഹരണം പറയും. ഈ കൽക്കട്ട ടൗണില് ഇന്നും അങ്ങനെ തന്നെയാണല്ലോ അല്ലെ, സിറ്റിയിലൊക്കെ ഗ്രാമങ്ങളിൽ നിന്നുള്ള അമ്മമാരെ വീട്ടുവേലയ്ക്കായിട്ട് കൊണ്ടുവരും. അപ്പൊ തന്റെ 2 കുട്ടികളോ 3 കുട്ടികളെ എല്ലാം വീട്ടില് ഭർത്താവിനെയോ അല്ലെങ്കിൽ പ്രായമായ അമ്മയൊക്കെ ഏൽപ്പിച്ചിട്ടായിരിക്കും വീട്ടുവേലയ്ക്കായിട്ട് ഈ ഫ്ലാറ്റുകളിലോ അല്ലെങ്കിൽ പൈസയുള്ളവരുടെ വീടുകളിൽ വീട്ടുവേലയ്ക്കായിട്ട് ഈ അമ്മമാര് ദാസ്യവൃത്തിക്കായിട്ട് സേവയ്ക്കായിട്ട് പോവുക. അവിടെ പോയി ജോലി ചെയ്യുമ്പോൾ ഈ അമ്മയുടെ മനസ്സ് എവിടെയായിരിക്കും? ആ വീട്ടിലെ കുട്ടിയെ എടുത്ത് കളിപ്പിക്കേണ്ടി വരും, ആ കുട്ടിയെ നോക്കേണ്ടി വരും, യജമാനന്റെ കുട്ടിയെ നോക്കേണ്ടതായിട്ടൊക്കെ വരും അല്ലെ? ഇതെല്ലാം ചെയ്യുമ്പോഴും അവർക്ക് നല്ലതുപോലെ അറിയാം. നെഞ്ചോട് ചേർത്ത് പിടിക്കും, മോനെ കരയില്ലേ എന്ന് പറയും, പുന്നാരിക്കും, താരാട്ടുപാട്ട് പാടും, വീട്ടിലുള്ള എല്ലാ ജോലികളും ചെയ്യും. എല്ലാം 2, 3, 4 മണിക്കൂർ വിയർത്തൊലിച്ച് ആ അമ്മ അധ്വാനിക്കുമ്പോഴും എല്ലാം ചെയ്യുമ്പോഴും അമ്മയ്ക്കറിയാം ഇതെന്റെ വീടല്ല, ഈ കുട്ടി എന്റേതല്ല. അത്ര സിമ്പിൾ ആയിട്ടാണെന്നറിയോ ഭഗവാൻ ശ്രീരാമകൃഷ്ണ പറഞ്ഞേക്കണേ. മനസ്സെവിടെയാ? തന്റെ ദൂരെയുള്ള തന്റെ ഗ്രാമത്തിലെ തന്റെ കുടിലില് തന്റെ കുഞ്ഞുങ്ങളെ കുറിച്ചായിരിക്കും ആ അമ്മയുടെ ചിന്ത. മനസ്സവിടെയും ദേഹം ഇവിടെയും. ഇതുപോലെ വേണം ഈ ലോകത്ത് ജീവിക്കാൻ. ഇതിൽ കൂടുതൽ എത്ര സിമ്പിളായിട്ട് എങ്ങനെ പറഞ്ഞു തരിക അല്ലെ? എത്ര ഭംഗിയായിട്ട് ഭഗവാൻ പറഞ്ഞു തന്നു ശ്രീരാമകൃഷ്ണദാസൻ. എവിടെ നിൽക്കുമ്പോഴും മനസ്സെവിടേക്ക് വെക്കണം? ഭഗവാനിൽ വെച്ചുകൊണ്ട് ആ ബ്രഹ്മസ്വരൂപനാകുന്ന ബോധസ്വരൂപനാകുന്ന ഭഗവാനിൽ തന്നെ മനസ്സിനെ നമ്മൾക്കറിയാം. ഈ ഷിപ്പൊക്കെ കൊണ്ട് കടലിൽ ഇങ്ങനെ ഇടുമ്പോ ആങ്കർ ചെയ്യാന്ന് പറയില്ല, അടിയിലേക്ക് ഇട്ടിട്ട് പുറംകടലിൽ ഇങ്ങനെ നിർത്തില്ലേ? ഇതുപോലെ മനസ്സ് ഭഗവാനിൽ തന്നെ ഉറപ്പിച്ചു നിർത്തിക്കൊണ്ട്, ഇതാണ് ഭക്തിയോഗം. സ്വധർമ്മം ഭഗവത് സേവയാണെന്നുള്ള പൂർണ്ണ ബോധത്തോടു കൂടി ചെയ്തു കഴിഞ്ഞാൽ പുറത്തുള്ള ഒന്നും നമ്മളെ ബാധിക്കില്ല, ഒട്ടില്ല. കർത്തൃത്വബോധം ഇല്ലല്ലോ. ഞാനാണ് ചെയ്യുന്നത് എന്നുള്ള കർത്തൃത്വ അഭിമാനം വരുമ്പോഴല്ലേ ഈ വിഷയങ്ങളായിട്ട് ഈ പശ ഒട്ടണ പോലെ മനസ്സൊട്ടുക. ഭഗവാൻ പറഞ്ഞു കൊടുത്ത സൂത്രം അത് തന്നെയാണ്. ഈ രാജാക്കന്മാരോട് അത് പറഞ്ഞു കൊടുത്തു. അതുകൊണ്ട് എന്ത് ചെയ്യണം? ദേഹികളെ സംബന്ധിച്ചുണ്ടാകുന്ന സകല വ്യാപാരങ്ങളിലും നിസ്സംഗതയോടെ ഉദാസീനരായിട്ടിരിക്കുക. ഈ നിശ്ചയം ഞാൻ തെറ്റിക്കില്ല എന്നുള്ള നിധിധ്യാസം എന്ന് പറഞ്ഞാൽ കൺസോളിഡേറ്റ് ചെയ്ത് നല്ലപോലെ ദൃഢനിശ്ചയം ചെയ്ത് ബുദ്ധിയെ നല്ലതുപോലെ ഉറപ്പിക്കണം. മനസ്സ് ചഞ്ചലമാണ് എപ്പോഴും, അത് സ്വതേ അങ്ങനെയാ, കുരങ്ങന്റെ സ്വഭാവ അല്ലേ? പക്ഷെ ബുദ്ധി എന്ത് ചെയ്യണം? നല്ലതുപോലെ ഉറപ്പിച്ചു നിർത്തിക്കൊണ്ട് ദൃഢമായി വീണ്ടും വീണ്ടും വീണുപോകും. അതുകൊണ്ടാണ് ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യ വരാൻ നിബോധത എന്ന് വിവേകാനന്ദ സ്വാമി ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കും. വീണുപോകും, അത് സ്വാഭാവികമാണ്, പ്രകൃതിയല്ലേ, മായയാണ്, നമ്മളൊക്കെ സാധാരണക്കാരാ. വീണ്ടും 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 പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക. എന്തിനു വേണ്ടി? മനസ്സിനെ ഭഗവാനിലേക്ക് ധാരണ ചെയ്ത് നിരന്തരം ഉറപ്പിച്ചു നിർത്തിക്കൊണ്ട് സ്വധർമ്മങ്ങളെ അനുഷ്ഠിക്കുക. ഈ ഉപദേശമെല്ലാം നൽകി അവരെ എല്ലാവരെയും വീണ്ടും വണ്ണം അവർക്ക് നൽകേണ്ടതാകുന്ന എല്ലാം നൽകിക്കൊണ്ട് ഭഗവാൻ എന്ത് ചെയ്തു? അവരെല്ലാം സ്വരാജ്യത്തേക്ക് മടക്കി അയച്ചു. സഹദേവൻ വന്ന് ഭഗവാനെ വീണ്ടും വണ്ണം ആനന്ദത്തോടുകൂടി പൂജിച്ചു. ഈ രാജാക്കന്മാരാണെങ്കിലോ രാജ്യത്തിലെത്തി കഴിഞ്ഞിട്ട് സ്വന്തം പ്രജകളോടും ബന്ധുമിത്രാദികളോടും എന്താ പറയുന്നത്? ആ ഭഗവാന്റെ അപ്രാകൃത വൈഭവം, അചിന്യ വൈഭവം, ഭഗവാന്റെ ആ ഔദാര്യം, ആ കാരുണ്യം, തങ്ങളോട് കാണിച്ച സ്നേഹം, ഇതിനെക്കുറിച്ചെല്ലാം, ആ ജരാസന്ധനെ പോലുള്ള വീരനെ വധിച്ച ഭഗവാന്റെ ആ വീര്യം, ഇതിനെക്കുറിച്ചൊക്കെ ഉള്ള ഇങ്ങനെ ഭഗവത് കഥകളെ നിരന്തരം സ്മരിച്ചും കീർത്തിച്ചും കൊണ്ട് അവരവരെ കഴിച്ചുകൂട്ടി. സഹദേവന്റെ പൂജയൊക്കെ ഏറ്റുവാങ്ങി ഭഗവാൻ തിരിച്ച് യുധിഷ്ഠിരന്റെ രാജധാനിയിലേക്ക് മടങ്ങിയെത്തി. യുധിഷ്ഠിരൻ ഓടിച്ചെന്ന് ഭഗവാനെ സ്വീകരിച്ചു. ഈ കഥകളൊക്കെ അറിഞ്ഞ് ആനന്ദാശ്രു പൊഴിച്ചും കൊണ്ട് ഭഗവാന്റെ പാദപങ്കജങ്ങളെ നമസ്കരിച്ചും കൊണ്ട് ആ അധ്യായം ഭഗവാന്റെ പാദങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്.